ഞാൻ നിർബന്ധിച്ചിട്ടാണല്ലോ അവള് വീട്ടിലേക്ക് വന്നത്. എനിക്ക് തോന്നുന്നത് അന്ന് പ്രതിഭയെ വീട്ടിൽ കയറ്റാതിരുന്നതിൽ അമ്മയ്ക്ക് നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ വീണ്ടും ജ്യോത്സ്യരെ കണ്ട് പ്രതിഭയുടെ കാര്യത്തിൽ അമ്മ ഒരു പരിഹാരം ഉണ്ടാക്കിയത്. ഇന്ദ്രേട്ടന് ഉറപ്പുണ്ടോ അമ്മയുടെ മാറ്റം ആത്മാർത്ഥമാണെന്ന്? എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. അല്ലാതെ സത്യം കരുതുന്ന പോലെ അമ്മ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇന്ദ്രേട്ടന് അമ്മയോടുള്ള സ്നേഹവും വിശ്വാസവും ഞാൻ കുറച്ച് കാണുന്നില്ല. അതൊക്കെ നല്ലതാ. പക്ഷെ ചില സത്യങ്ങൾക്ക് മുന്നിൽ കണ്ണടയ്ക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാവും ഇന്ദ്രേട്ട. സത്യം പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാ. അത് ഇന്ദ്രേട്ടനും അറിയാം. ഏതോ ജ്യോത്സ്യരുടെ വാക്ക് കേട്ട് അമ്മ പെട്ടെന്ന് നിലപാട് മാറ്റിയെന്ന് പറയുന്നതുകൊണ്ട് മാത്രം എല്ലാം ശരിയാവുമെന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. നമുക്ക് നോക്കാനോ. അമ്മ എന്നെ വിളിച്ചു പറഞ്ഞത് പ്രതിഭയെ എത്രയും വേഗം വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് തന്നെയാ. അമ്മ തന്നെ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞ സ്ഥിതിക്ക് അമ്മയെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. പ്രത്യേകിച്ച് അനു ഇക്കാര്യത്തിൽ കൂടുതൽ കൈകടത്താതിരിക്കുന്നത് നല്ലത്. എനിക്കൊരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഞാനിതിൽ ഇടപെടുന്നത്. ഞാനൊന്നും അങ്ങോട്ട് കയറി ഏറ്റതും അല്ല. ഇടപെടേണ്ട സാഹചര്യം യാദൃശ്ചികമായിട്ട് വന്നു പെട്ടതാ. വയറ്റിൽ മുളപൊട്ടിയ ജീവൻ പെട്ടെന്നില്ലാതാവുന്നതിന്റെ വേദന ഒരിക്കൽ അനുഭവിച്ചുകൊണ്ട് സത്യന്റെയും പ്രതിഭയുടെയും കുഞ്ഞിന് അങ്ങനൊരു അവസ്ഥ ഉണ്ടാവരുതെന്ന് തോന്നി. അനു ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്, അതെനിക്കറിയാം. പക്ഷേ നീ വീണ്ടും വീണ്ടും അമ്മയുടെ കണ്ണിൽ കരടാവുന്നതിൽ എനിക്ക് പേടിയുണ്ടോ അനു? എന്നാ എനിക്കാ പേടിയില്ല. ഞാനെന്തിനു പേടിക്കണം? എന്നെ അവര് ചെയ്യാവുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞു. അന്ന് പ്രതികരിക്കാനും തിരിച്ചടിക്കാനും ഒക്കെ എനിക്കൊരു വിലക്കുണ്ടായിരുന്നു. ഇന്നതില്ലല്ലോ. എന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന അനീതിക്കെതിരെ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പൊ എനിക്കുണ്ട്. അത് ഇന്ദ്രേട്ടന്റെ അമ്മയല്ല. ഇന്ദ്രേട്ടൻ കാണിച്ചാലും അനുപമ പ്രതികരിച്ചിരിക്കും.